പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് അനുകൂല സന്ദേശം നൽകിയ രാജ്യമായിരുന്നു കൊളംബിയ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാനിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അറിയിക്കുകയായിരുന്നു രാജ്യം. എന്നാൽ ആ നടപടി നിരാശാജനകമെന്ന് ശശി തരൂർ MP വ്യക്തമാക്കിയതിന് പിന്നാലെ പ്രസ്താവനയിൽ മാറ്റം വരുത്താനൊരുങ്ങുകയാണ് കൊളംബിയ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള സർവകക്ഷി പ്രതിനിധി സംഘം ഇന്ത്യയുടെ നിരാശ അറിയിച്ചതിന് പിന്നാലെയാണ് പ്രസ്താവന തിരുത്തി ഇന്ത്യക്ക് പിന്തുണ നൽകാൻ കൊളംബിയ ഒരുങ്ങിയതെന്ന് ശശി തരൂർ പറഞ്ഞു. കൊളംബിയൻ സർക്കാരിന്റെ പ്രതികരണത്തിൽ ഞങ്ങൾ അല്പം നിരാശരാണ്. ഭീകരതയുടെ ഇരകളോട് സഹതാപം കാണിക്കുന്നതിന് പകരം ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിലുണ്ടായ ജീവഹാനിയിലാണ് സർക്കാർ അനുശോചനം പ്രകടിപ്പിച്ചത്. സ്വയം പ്രതിരോധിക്കുന്നതിനുള്ള അവകാശം മാത്രമാണ് ഞങ്ങൾ വിനിയോഗിക്കുന്നത്. സാഹചര്യങ്ങളെക്കുറിച്ച് കൊളംബിയയോട് വിശദീകരിക്കുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. കൊളംബിയ നിരവധി തീവ്രവാദ ആക്രമണങ്ങൾ നേരിട്ടതുപോലെ ഞങ്ങളും നേരിടുകയാണ്. 4 ദശകത്തോളം ഞങ്ങൾ അനേകം ഭീകരാക്രമണങ്ങളെ നേരിട്ടു. പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ 81% നൽകുന്നത് ചൈനയാണ്. പാകിസ്ഥാന്റെ ഉപകരണങ്ങളിൽ കൂടുതലും പ്രതിരോധത്തിനല്ല, മറിച്ച് ആക്രമണത്തിനാണ് ഉപയോഗിക്കുന്നത്. തീവ്രവാദത്തിനെതിരെയാണ് ഞങ്ങൾ വഴക്കിടുന്നത് എന്നാണ് തരൂർ വ്യക്തമാക്കിയത്. കൊളംബിയയുടെ നിലപാടിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് US മുൻ അംബാസിഡറും BJP നേതാവുമായ തരഞ്ജിത് സിംഗ് സന്ധുവും വ്യക്തമാക്കി. സിംഗും തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നു. കൊളംബിയയുടെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രിയുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. കൊളംബിയയുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ അവതരിപ്പിച്ചതായും സിംഗ് പറഞ്ഞു. കൊളംബിയ താമസിയാതെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ അംഗമാകുമെന്നാണ് ആ രാജ്യത്തെ സംബന്ധിച്ച നിലവിലെ പ്രധാന കാര്യമെന്നും ANAയോട് സന്ധു വ്യക്തമാക്കി. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ വിശദീകരണത്തിൽ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കിയെന്നും ഇന്ത്യയുമായി ചർച്ച തുടരുന്നതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കൊളംബിയൻ വിദേശകാര്യ സഹമന്ത്രി റോസ യൊലാൻഡ വില്ലവിസെൻസിയോ പ്രതികരിച്ചു. പനാമ, ഗയാന എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷം തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസമാണ് കൊളംബിയയിലെത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര സമൂഹവുമായി ബന്ധപ്പെടുന്നതിനായി 33 രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇന്ത്യ നിയോഗിച്ച 7 ബഹുകക്ഷി പ്രതിനിധി സംഘങ്ങളിൽ ഒന്നാണ് തരൂരിന്റെ സംഘം. സർഫ്രാസ് അഹമ്മദ്, GM ഹരീഷ് ബാലയോഗി, ശശാങ്ക് മണി ത്രിപാഠിയ, ഭുവനേശ്വർ കലിത, മിലിന്ദ് ദിയോറ, തേജസ്വി സൂര്യ, US മുൻ അംബാസിഡർ തരംജിത് സിംഗ് സന്ധു എന്നിവരാണ് തരൂരിന്റെ സംഘത്തിലുള്ളത്. അതേസമയം ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെട്ട പ്രതിനിധി സംഘം ഇന്തോനേഷ്യയിൽ പര്യടനം തുടരുകയാണ്. ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദ പ്രവർത്തനം ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന കലാപത്തെക്കാൾ അപകടകരമാണെന്ന് ബ്രിട്ടാസ് MP ജക്കാർത്തയിലെ ഇന്ത്യൻ പ്രവാസികളുമായി നടത്തിയ സംവാദത്തിൽ പറഞ്ഞിരുന്നു. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം ലാത്വിയയിലും സുപ്രിയ സുലെ നയിക്കുന്ന സംഘം എത്യോപ്യയിലും പര്യടനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.